This is RJ Athena. Do you know what's the story behind Valentine's Day? ഞാൻ പറഞ്ഞുതരാം. വാലന്റൈൻസ് ഡേ നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ദിനം. ആഘോഷിക്കുന്ന എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഒരു കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമായിട്ട് വരും. അതായത് ആഘോഷിക്കുന്ന എന്നല്ല, ആചരിക്കുന്ന എന്നതാണ്. കാരണം വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് പിറകിൽ അതിലൊരു വേദനാജനകമായൊരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലായി പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാലന്റൈൻ, ബിഷപ്പ് വാലന്റൈനെ കൊലപ്പെടുത്തിയ ഒരു കഥയാണ് വാലന്റൈൻസ് ഡേയുടെ പിറകിലുള്ള സ്റ്റോറി. ക്ലോഡിയസ് രണ്ടാമൻ റോം ഭരിച്ചിരുന്ന കാലം. അദ്ദേഹം സാധാരണ യുവാക്കളെയൊന്നും പ്രണയിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. പ്രണയിക്കുക മാത്രമല്ല, പ്രണയം വഴി വിവാഹം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോലും അദ്ദേഹത്തിന് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അതിന് പിറകിലൊരു കാരണമുണ്ട്. കാരണം അവിടുത്തെ യുവാക്കളായ സൈനികർ പ്രണയിച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് അവർക്കൊന്നും കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഈ പ്രണയത്തിൽ എത്തിച്ചേരുക, പ്രണയം അനുഭവവേദ്യമാകുന്ന അത്തരം സാഹചര്യങ്ങളിലൊന്നും നമുക്ക് മറ്റ് പലതിലേക്കും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പ്രണയിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ നമ്മുടെ ക്ലോഡിയസ് രണ്ടാമനും അവിടെയുള്ള യുവാക്കളിൽ നിന്നും ഈ പ്രണയം നിഷേധിച്ചു. അങ്ങനെ നമ്മുടെ പുരോഹിതനായ വാലന്റൈൻ അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയോ? അദ്ദേഹം ഇവിടെയുള്ള യുവാക്കളെയൊക്കെ രഹസ്യമായിട്ട് പ്രണയിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും അവരെ രഹസ്യമായി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ നമ്മുടെ ക്ലോഡിയസ് രണ്ടാമൻ നമ്മുടെ വാലന്റൈൻ ബിഷപ്പിന് വധശിക്ഷ വിധിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ വാലന്റൈൻ വധശിക്ഷയും കാത്തുകൊണ്ട് അവിടെയുള്ള ജയിലിലേക്കായി. അവിടെ ഈ ജയിൽവാസം അനുഷ്ഠിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജയിലറിൻ്റെ മകൾ അവളുമായിട്ട് പ്രണയത്തിലാവുകയാണ് ചെയ്തത്. പ്രണയത്തിലാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പ്രണയം പോലെയൊന്നും അല്ല ഇത്. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ നമ്മുടെ വാലന്റൈനെ പ്രണയിച്ച ആ പെൺകുട്ടി ആളൊരു അന്ധയായിരുന്നു. ടോട്ടലി ബ്ലൈൻഡ് ആയിരുന്നു ആ കുട്ടി വാലന്റൈനെ പ്രണയിച്ച് വാലന്റൈൻ ആ കുട്ടിക്ക് നൽകിയിരുന്നത് വെറും പ്രണയവും സന്തോഷവും ഒന്നുമല്ല. പകരം ഈ പ്രണയത്തിലൂടെ നൽകിക്കൊണ്ടിരുന്ന സന്തോഷത്തിലൂടെ, ആശ്വാസത്തിലൂടെ അദ്ദേഹം നൽകിയത് ആ കുട്ടിയുടെ കണ്ണിന് കാഴ്ചശക്തിയായിരുന്നു. വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല അല്ലേ? പക്ഷേ വിശ്വസിച്ചേ മതിയാവൂ. വാലന്റൈൻ പ്രണയ സമ്മാനമായി നൽകിയത് കാഴ്ചശക്തിയായിരുന്നു. ഇങ്ങനെയാണോ നമ്മുടെ ഈ സമൂഹത്തിലെ ഓരോ ആൾക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല അല്ലേ? പക്ഷേ നമ്മുടെ വാലന്റൈൻ എന്നും ഏവർക്കും ഒരു റോൾ മോഡലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. കഥ കഴിഞ്ഞില്ല. അങ്ങനെ ഈ പ്രണയം നമ്മുടെ ക്ലോഡിയസ് രണ്ടാമൻ പിടിക്കുകയാണ് ഉണ്ടായത്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ തല വെട്ടാനായിട്ടാണ് അടുത്ത വിധി വരുന്നത്. അങ്ങനെ തല വെട്ടാനായി വിധിച്ച് വധശിക്ഷ ഉറപ്പിച്ച് കാത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ വാലന്റൈൻ തൻ്റെ പ്രണയിനിക്ക് ഒരു ലെറ്റർ എഴുതുകയുണ്ടായി. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഫ്രം യുവർ വാലന്റൈൻ. അങ്ങനെ ആ ഒരു കത്തിൽ അവർക്ക് പറയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ആ ഒരു പ്രണയം അവിടെ അവസാനിക്കുകയാണ്. ആ പ്രണയത്തിന്, അനശ്വരമായ വളരെ പ്യുവറായിട്ടുള്ള ആ ഒരു പ്രണയത്തിന് വാലന്റൈൻ അങ്ങനെ രക്തസാക്ഷിയായി മാറുകയാണ്. അന്നു മുതലാണ് ഫെബ്രുവരി 14 നമ്മളെല്ലാവരും വാലന്റൈൻ ദിനമായിട്ട് ആചരിക്കുന്നത്.